ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ജിഹാൻസ് ഓഫ് ദീപ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഓണം സദ്യയിൽ വേറൊരു വിഭവമാണ് പച്ചടി. അപ്പം ഞാൻ ഇന്ന് ചീര വെച്ചിട്ടൊരു പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പച്ചടിയാണ് കേട്ടോ. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാലോ. ചെറിയൊരു പനിയുണ്ട് ഗൈസ്, അതാണ് വീഡിയോ വരാൻ താമസിച്ചത്. അപ്പോൾ ഇന്ന് ചീര വെച്ചിട്ടൊരു പച്ചടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ റെസിപ്പീസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് 1 കപ്പ് അരിഞ്ഞ ചീര ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചീര വെന്തിട്ടുണ്ട്. തണ്ട് ചെറിയൊരു വേവ് കുറവുണ്ടാവും, അപ്പോൾ ഒന്നും കൂടി അടച്ചു വെച്ച് വേവിച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങയുടെ കൂടെ പച്ചമുളക് എടുക്കുന്നുണ്ട് ഒരെണ്ണം, ഒരു പിടി കറിവേപ്പില ചെറുതായിട്ട്, പിന്നെ ഒരു 1/2 ടീസ്പൂണ് കടുകുണ്ട്, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ജീരകം കൂടി ചേർത്തിട്ട് നല്ലപോലെ മഷി പോലെ അരച്ചെടുക്കുക. അപ്പം നമ്മുടെ ചീര ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിനി തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ചത് ചേർത്തതിന് ശേഷം ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് നല്ലപോലെ അടിച്ചെടുത്തിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരാണ് എടുക്കുന്നത്. ചെറിയൊരു പുളി ഉണ്ടാവുള്ളൂ. അപ്പോൾ തൈര് ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാവരും അവരവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, ഇപ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ. ഇനി നമുക്കിത് കടുക് വറക്കാം. അപ്പോൾ ഞാനൊരു പാന് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. സദ്യ ഉണ്ടാക്കുന്ന എല്ലാത്തിലും വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുക, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കതിലേക്ക് കടുകും കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഉണക്കമുളക് ആവശ്യമുള്ളവർ ഉണക്കമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ കടുക് വറുത്തത് നമ്മുടെ ചീര പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചീരപ്പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്കൊക്കെ പറയണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടിയാണ്. ശരിക്കും ഈ ഒരു കറി മാത്രം മതി ചോറുണ്ണാൻ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബൊക്കെ ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത ഓണം സീരീസിൽ കാണാം.